കാന്തപുരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദ്. വ്യക്തി താൽപര്യങ്ങൾക്കായി ബി.ജെ.പിയെ കൂട്ടുപിടിക്കുന്ന കാന്തപുരം സമുദായത്തോട് കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്ന് ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിൽ കെ.പി.എ. മജീദ് കുറ്റപ്പെടുത്തി. ഫാസിസ്റ്റുകളുമായി ചേർന്ന് കാന്തപുരം നടത്തുന്ന വഴിവിട്ട കളികൾ മതനിരപേക്ഷ സമൂഹം തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ സ്വീകരിച്ച ബി.ജെ.പി. അനുകൂല നിലപാടിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചാണ് കെ.പി.എ. മജീദിന്റെ ലേഖനം. വ്യക്തി താൽപര്യങ്ങൾക്കും സംഘടനാപരമായ ചെറിയ നേട്ടങ്ങൾക്കും വേണ്ടി മഞ്ചേശ്വരത്ത് ബി.ജെ.പിക്ക് വോട്ട് മറിച്ചു നൽകാൻ കാന്തപുരം തയ്യാറായി. ഇത് സമുദായത്തോടും മതേതര വിശ്വാസികളോടും ചെയ്ത കടുത്ത വഞ്ചനയാണ്. ഒന്നിച്ചു നിൽക്കുന്ന രാജ്യത്തെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്ന തരത്തിലാണ് കാന്തപുരത്തിന്റെ പ്രവർത്തനം. സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് മുറിച്ചു നൽകുന്ന പണി കാന്തപുരത്തെയാണ് ഏൽപ്പിച്ചതെന്ന് അനുയായികളെ വിശ്വസിപ്പിച്ചവർക്ക് മോഡിയുടെ പേര് കേൾക്കുമ്പോൾ തെക്കുബീർ ചൊല്ലിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നും കെ.പി.എ. മജീദ് പരിഹസിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും തങ്ങളുടെ വോട്ട് ആർക്കെന്ന് കൃത്യമായി പറയാതെ വിജയിച്ചവർക്കൊപ്പം നിൽക്കുന്ന ഹീനമായ തന്ത്രമാണ് ഇക്കാലം അത്രയും കാന്തപുരം സ്വീകരിച്ചത്. എല്ലാ രാഷ്ട്രീയക്കാരും തന്റെ മുന്നിൽ നമ്രശിരസ്കരായി നിൽക്കുന്ന ഫോട്ടോ അനുയായികളെ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യിപ്പിച്ച് രാഷ്ട്രീയക്കാരുടെ മേൽ ചക്രവർത്തി ചമയുകയാണ് കാന്തപുരം. ഗുജറാത്തിൽ ആദ്യമായി മുസ്ലിം സമ്മേളനം നടത്താൻ കാന്തപുരത്തിന് അനുമതി നൽകിയത് ബി.ജെ.പിയുമായുള്ള ദൃഢബന്ധം കൊണ്ടാണ്. മോഡി വാഴ്ത്തൽ അതിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ എന്തെങ്കിലും പട്ടങ്ങൾ കാന്തപുരത്തെ തേടിയെത്തിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ലെന്നും കെ.പി.എ. മജീദ് ലേഖനത്തിൽ പറയുന്നു. ഫാസിസ്റ്റുകളോട് ചേർന്നുള്ള കാന്തപുരത്തിന്റെ വഴിവിട്ട കളികളെ സമുദായം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഒപ്പം കാന്തപുരം വിഭാഗത്തെ താമര സുന്നികളെന്ന് വിശേഷിപ്പിച്ചുമാണ് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ലേഖനം അവസാനിക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ രൂക്ഷമായ ഭാഷയിൽ കാന്തപുരത്തെ വിമർശിക്കുമ്പോൾ അടുക്കാത്ത രീതിയിൽ അകലുകയാണ് ലീഗ് കാന്തപുരം ബന്ധം. റിപ്പോർട്ടർ, കോഴിക്കോട്.